ഷഫീദ്, ഇപ്പോഴും 22 മണിക്കൂറാകുന്നു. കേരള പോലീസ് അസാധ്യമാവണ്ണം ആക്ട് ചെയ്യുന്നു. പക്ഷേ ഏതെങ്കിലും തരത്തിൽ ഒരു ശുഭവാർത്ത നമുക്ക് പറയാനില്ല, അല്ലേ ഷഫീദ്? ഹാഷ്മി, നമുക്കങ്ങനെ പൂർണ്ണമായും പ്രതീക്ഷ കൈവിടാൻ കഴിയില്ല. കാരണം ഇപ്പോൾ അതില്ല എന്നുള്ളതാണ്. പക്ഷേ പരമാവധി വഴി ഉപയോഗിച്ചുകൊണ്ട് ഇവർ അന്വേഷിക്കുന്നുണ്ട്. മാത്രമല്ല പലവിധത്തിലുള്ള ഐഡിയകൾ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു തരത്തിൽ റെയിൽവേ പോലീസും തമിഴ്നാട് പോലീസും റെയിൽവേ സ്റ്റേഷനകത്ത് CCTV ദൃശ്യം തപ്പുമ്പോൾ പരിശോധിക്കുമ്പോൾ നമുക്ക് പുറത്ത് കാണാൻ സാധിക്കുന്നത് തമിഴ്നാട് പോലീസിൻ്റെ ക്യൂ ബ്രാഞ്ചിൽപ്പെട്ട ഒരാൾ, അതല്ലെങ്കിൽ ഈ പെൺകുട്ടിയെ കണ്ടു എന്ന് സംശയിക്കുന്ന ആളാണോ എന്നെനിക്ക് കാര്യം മുൻപ് ഇദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്നത് ക്യൂ ബ്രാഞ്ചിൽപ്പെട്ട ഒരാളായിരുന്നു. ഇപ്പോൾ അങ്ങനെ ഒരാളുമായി കേരള പോലീസിൻ്റെ നമ്മുടെ കഴക്കൂട്ടം SI അദ്ദേഹം നമ്മുടെ കേരള പോലീസിൻ്റെ വാഹനത്തിലിരുത്തി അദ്ദേഹത്തോട് വിവരങ്ങൾ തേടുകയാണ്. ഒരുപക്ഷേ 2 സാധ്യതകൾ നമുക്ക് സംശയിക്കാം. ഒന്നെങ്കിൽ പോലീസ് വിവരം കൈമാറുന്നു, അതല്ലെങ്കിൽ രണ്ടാമത്തെ കാര്യം ഇയാൾ ഈ കുട്ടിയെ കണ്ടിട്ടുണ്ടോ എവിടെയെങ്കിലും വെച്ച്, അങ്ങനെ ഒരു സംശയമുണ്ടോ. അങ്ങനെയാണെങ്കിൽ ഹഷ്മി, നമ്മൾ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ആത്മവിശ്വാസം, നമ്മളുടെ പ്രതീക്ഷ അടക്കമുള്ള കാര്യങ്ങളെല്ലാം കൂടുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കാരണം ഇതാരാണ് എന്നുള്ളതാണ് നമുക്ക് ഇനി ഐഡൻറ്റിഫൈ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വളരെ പെട്ടെന്നായിരുന്നു കേരള പോലീസിൻ്റെ SI ഈ സ്റ്റേഷന് പുറത്തേക്ക് വന്നു. അദ്ദേഹം ജീപ്പിനകത്തേക്ക് കയറി പെട്ടെന്ന് തന്നെ പുറകിലേക്ക് ഒരാൾ വന്ന് കയറിയിരുന്നു. ഇപ്പോൾ അദ്ദേഹവുമായി കാര്യങ്ങൾ തേടുകയാണ്. ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് നമ്മളെ സംബന്ധിച്ച് പ്രതീക്ഷകൾക്ക് വീണ്ടും വീണ്ടും വകതേതൊരു കാര്യമാണ്, ഒരു കാഴ്ചയാണ്, ഒരു ദൃശ്യമാണിത് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതേസമയം ഈ SI മാത്രം ഇവിടെ തുടരുമ്പോൾ പുറത്ത് മറ്റു 4 പേർ 2 സംഘങ്ങളായി തിരിഞ്ഞുകൊണ്ട് ഒരു ടീം ബീച്ച് കേന്ദ്രീകരിച്ചും മറ്റൊരു ടീം റെയിൽവേ സ്റ്റേഷൻ പരിസരം കേന്ദ്രീകരിച്ചുകൊണ്ടും ചില തിരച്ചിൽ നടത്തുന്നുണ്ട്. അതിൽ ചില ഉദ്യോഗസ്ഥർ ഈ റെയിൽവേ സ്റ്റേഷൻ്റെ അകത്തേക്ക് വരുന്നുണ്ട്. അങ്ങനെ വളരെ അപ്രതീക്ഷിതമായിട്ടുള്ള എന്തും സംഭവിക്കാം. കാരണം നമ്മൾ കഴക്കൂട്ടത്ത് നിൽക്കുമ്പോൾ ശംഖുമുഖത്ത് വെച്ചായിരുന്നു, നമ്മൾ തിരുവനന്തപുരത്ത് നിൽക്കുമ്പോൾ ശംഖുമുഖത്ത് വെച്ചായിരുന്നു ഇങ്ങനെ ഭവിതയുടെ ഒരു കോൾ അത് കഴക്കൂട്ടം അസിസ്റ്റന്റ് കമ്മീഷണർക്ക് വരുന്നത്. അതുകൊണ്ട് ഈ ഘട്ടത്തിൽ എന്ത് സംഭവിച്ചാലും അത് നിർണായകമായി മാറുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. എനിക്ക് തോന്നുന്നു ഇവരുടെ ആക്ടിൽ നിന്ന് എനിക്ക് തോന്നുന്നു ഇയാൾ ഈ ഭാഗത്ത് എവിടെയോ പുറത്തേതോ ഭാഗത്ത് വെച്ച് ആ കുട്ടിയെ കണ്ടിട്ടുണ്ട്. ആ വിവരങ്ങൾ തേടുകയാണ്. ആ ഭാഗം ഏതാണെന്ന് ഇൻസ്പെക്ടർ കൃത്യമായി ചോദിച്ചറിയുന്നുണ്ട്, സബ് ഇൻസ്പെക്ടർ കൃത്യമായി ചോദിച്ചറിയുന്നുണ്ട്. അതിനുശേഷം ആ കുട്ടിയുടെ മറ്റെന്തെങ്കിലും വേറബോട്ട്സ്, ആ കണ്ട കുട്ടിയുടെ വേറബോട്ട്സ് എന്താണെന്നുള്ള കാര്യം പരിശോധിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കാര്യം. അങ്ങനെ നിർണായകമായിട്ടുള്ളൊരു കാര്യം കൂടി ഇവിടെ നടക്കുന്നുണ്ട്, ഈ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നടക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. SKN 2-3 സാധ്യതകൾ നമ്മളിതിൽ സംശയിക്കുന്നുണ്ട്. ഒന്നുകിൽ 5 മണിക്ക് ശേഷം ഈ കുട്ടി റെയിൽവേ സ്റ്റേഷൻ പരിസരത്തേക്ക് എത്തുന്നു. അങ്ങനെ ആ കുട്ടിയെ ഓട്ടോറിക്ഷ ജീവനക്കാർ കാണുന്നു. അതിനുശേഷം ഈ കുട്ടി റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തേക്ക് പോകുന്നു. 2 സാധ്യതകൾ അവിടെ വീണ്ടും അവശേഷിക്കുന്നു. ഒന്നുകിൽ ബീച്ച് സൈഡിലേക്ക് പോകാം, അതല്ലെങ്കിൽ നേരെ കന്യാകുമാരി ടൗണിൻ്റെ ആദ്യ ഭാഗത്തേക്ക് പോകാം. അങ്ങനെ ഈ 3 സാധ്യതകൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണം അത് നടക്കുകയാണ്.